യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ യോഗയും ആഹാരവും ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ. യോഗ സമഗ്രമായ ഒരു ആരോഗ്യശാസ്ത്രവും ജീവിതശൈലിയുമാണ്. പൂർണ്ണമായും യോഗയുടെ തത്വങ്ങൾ ഉൾക്കൊണ്ട് യോഗിയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആഹാരത്തിലെ രീതികൾ നിർദ്ദേശിക്കുന്നതെങ്കിലും ഈ തത്വങ്ങൾ ലളിതവും ആരോഗ്യദായകമായതുമാണ്. യോഗഗ്രന്ഥമായ ഹഠയോഗ പ്രദീപികയിലും മറ്റും ഇത് വിശദമാക്കുന്നുണ്ട്. പോഷകസമൃദ്ധവും ശരീരത്തിന് ബലവും ഊർജവും നൽകുന്ന ഹൃദ്യവും സ്നിഗ്ധാംശം ഉള്ളതും, അതായത് മിതമായി എണ്ണമയമുള്ളതും അഥവാ നെയ്മയമുള്ളതും സാത്വികവും ദഹിക്കാൻ എളുപ്പമായതുമായ ആഹാരമാണ് യോഗ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രഷായി ഉണ്ടാക്കിയതും അളവിൽ മിതവുമായിരിക്കാൻ പ്രത്യേകം വിധിക്കുന്നു. വയറിന്റെ അരഭാഗം ആഹാരം കൊണ്ടും കാൽഭാഗം വെള്ളം കൊണ്ടും ബാക്കി കാൽഭാഗം സുഗമമായ ദഹനത്തിന് ഒഴിച്ചിടുകയും വേണമെന്ന് പ്രത്യേകം യോഗ നിർദ്ദേശിക്കുന്നു. ആഹാരം കഴിക്കുമ്പോൾ അത് നന്നായി ആസ്വദിച്ച് ചവച്ചരച്ച് കഴിക്കണമെന്നും പറയുന്നുണ്ട്. തവിടുകളയാത്ത ധാന്യങ്ങൾ, അതായത് ഗോതമ്പ്, ഞവരയരി, അരി, ബാർലി മുതലായവയും പാൽ, നെയ്യ്, ചെറുപയർ പോലുള്ള പയർവർഗ്ഗങ്ങൾ മുതലായവ ആഹാരത്തിൽ പഥ്യമായി പറയുന്നു. അമിതമായ എരിവ്, പുളി, ഉപ്പ്, എണ്ണയിൽ വറുത്തുകോരിയ ആഹാരങ്ങൾ, വീണ്ടും വീണ്ടും ചൂടാക്കിയ ആഹാരം മുതലായവ ഒഴിവാക്കേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഒട്ടുമിക്ക രോഗങ്ങളെയും തടയാൻ ഏറ്റവും കുറഞ്ഞത് ഈ വിധത്തിലുള്ള ആഹാര രീതികൾ പിന്തുടരുന്നത് വളരെ സഹായകമാണ്. ഇന്ന് കൊളസ്ട്രോൾ, ഹൃദ്രോഗം പോലുള്ള രോഗാവസ്ഥകളുടെ ഭീതിയിൽ എണ്ണമയം അഥവാ നെയ്മയം തീരെ ഒഴിവാക്കിയ ഭക്ഷണശീലവും ജങ്ക് ഫുഡുകളുടെ അമിതമായ ഉപയോഗവും വ്യായാമമില്ലായ്മയുമെല്ലാം വീണ്ടും ഈ രോഗങ്ങളിലേക്ക് തന്നെ വഴിതെളിക്കുന്നു. എന്നാൽ മിതമായ അളവിൽ അനുയോജ്യമായ എണ്ണയും നല്ല നറുനെയ്യും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും നല്ല വ്യായാമവും യോഗയും ആയുർവേദവുമെല്ലാം നിർദ്ദേശിക്കുന്ന ലളിതമായ ആഹാര രീതികളിൽ പ്രായോഗികമാക്കിയാൽ നല്ല ദഹനവ്യവസ്ഥയും രോഗമുക്തമായ ശരീരവും മനസ്സും സ്വന്തമാക്കാം. യോഗയും ആഹാരവും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.